ഹായ് ഓൾ, എഡ്യു സ്പെക്ട്രം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാത്സ് ഇന്ന് പലർക്കും പേടിയാണ്. എന്നാൽ എങ്ങനെ മാത്സിനെ സിമ്പിളായി നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ബോഡ് മാസ് റൂളിനെ പറ്റിയാണ്. ബോഡ് മാസ് റൂളിനെ പറ്റി പറയുമ്പോൾ വി ബോഡ് മാസ് എന്നാണ് കോമൺ ആയിട്ട് പറയാറുള്ളത്. എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ളത് ബോഡ് മാസ് റൂളിനെ പറ്റി മാത്രമാണ്. ഈ ബോഡ് മാസ് എന്ന് വെച്ചാൽ വി ഫോർ വെൻകുലം, ബി ഫോർ ബ്രാക്കറ്റ്, ഒ ഫോർ ഓഫ് അല്ലെങ്കിൽ ഓർഡർ എന്നാണ്, ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡിഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ. വി ഫോർ വെൻകുലം. വെൻകുലത്തിന് നമ്മൾ കോമൺ ആയിട്ട് ബാർസ് എന്നാണ് പറയാറുള്ളത്. ബാർ, അതായത് ഒരു സംഖ്യയുടെ മുകളിലായി നമ്മൾ ബാർ അടയാളപ്പെടുത്താറുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ടെന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. വി ഫോർ വെൻകുലം. അപ്പോൾ ആ തന്നിരിക്കുന്ന ആ കാൽക്കുലേഷനകത്ത് ആദ്യം ബാർ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, വി ഫോർ ബാർ, ബി ഫോർ ബ്രാക്കറ്റ്. രണ്ടാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ കാൽക്കുലേഷനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 5 + 3 ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഡിവിഷൻ 4 - 5 എന്നാണ് ഒരു കാൽക്കുലേഷൻ നമുക്ക് ബോഡ് മാസ് വെച്ച് ചെയ്യാനുള്ളതാണെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ബ്രാക്കറ്റ്. ഇതിനകത്ത് വെൻകുലമില്ല, ആ ബാർ ഇവിടെ കാണുന്നില്ല. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ബ്രാക്കറ്റ് ഇതിനകത്ത് ഉണ്ടോ എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിനകത്തുള്ള കാൽക്കുലേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള കാൽക്കുലേഷൻ, ഇപ്പോ അതിനകത്തും ഒന്നിൽ കൂടുതൽ സൈനുകൾ ഉണ്ടെങ്കിൽ, അതായത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൈനുകൾ അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തും എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെയും ബോഡ് മാസ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് ഓഫ് ആണ്. ഓഫ് അല്ലെങ്കിൽ ഓർഡർ എന്നാണ്. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംഖ്യയുടെ 20% അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ 20% ഓഫ് 100 എന്നൊക്കെ പറയാലോ. അപ്പോൾ 20% ഓഫ് 100 എന്ന് ഈ വേർഡ്സിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ ഓഫ് ആണ് ഓ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഓർഡർ എന്ന് പറയുന്നത് കാര്യം അതിനകത്ത് നോക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്പോണൻഷ്യൽ പവർ, അതുപോലെ റൂട്ട് എക്സ് അല്ലെങ്കിൽ റൂട്ട് ഏതെങ്കിലും വാല്യൂ, ഇപ്പോൾ 2² √4 എന്നുള്ള വാല്യൂ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ കണ്ടെത്തിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി അങ്ങോട്ട് താഴോട്ടുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം വെൻകുലം ഉണ്ടോ എന്ന് നോക്കുക, ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ ഓഫ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഓർഡർ ഉണ്ടോ എന്ന് നോക്കുക. ഈ 3 കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടത്. ബോഡ് മാസ് റൂളിൽ അടുത്തതായിട്ട് ഡിവിഷൻ ആണ് നോക്കേണ്ടത്. ഡിവിഷൻ നമുക്കറിയാം എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണം. രണ്ട് സംഖ്യകളെ ഹരിക്കാനുള്ള സൈനാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആദ്യം അത് ചെയ്യണം. അതായത് വെൻകുലം കഴിഞ്ഞു, ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓർഡർ കഴിഞ്ഞു, അടുത്തതായിട്ട് ഡിവിഷൻ ആണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് 5 + 3 ÷ 4 + 2 എന്ന് നമുക്ക് എഴുതിയാൽ ഇതിനെ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുന്നു, 8 എന്ന് എഴുതുന്നു, ÷ 4 + 2. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുക, അപ്പോൾ ഡിവിഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്, ഡിവിഷനാണ്. അപ്പോൾ 8/4 എത്രയാണ്, അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 2 കിട്ടും. 2 + 2 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ബോഡ് മാസ് റൂൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്യുക. ഏതെങ്കിലും സ്റ്റെപ്പ് ഇടയ്ക്ക് ഒഴിവാക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് എഴുതി തന്നെ എന്ത് ചെയ്യുക. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്നാണ്. എക്സാമ്പിൾ ആയിട്ട് ആ തന്നിരിക്കുന്ന കാൽക്കുലേഷനിൽ എന്തുണ്ടെന്ന് നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഡിവിഷൻ ഉണ്ട്, ഡിവിഷൻ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും, × 4 + 3 എന്നാണ്. അപ്പോൾ 1 × 4. അടുത്ത് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ടാകാം. ഓക്കെ, അതൊന്നും ആദ്യം ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ടത് ഏതാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 4 എത്രയാണ്, 4 ആണ്. ഏത് സംഖ്യ ആയാലും അതിനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ ബാക്കിയുള്ള അഡീഷനും സബ്ട്രാക്ഷനും കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി തന്നെ പോവുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് ചെയ്യാനുള്ളത് അഡീഷൻ ആണ്. അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 5 + 3 - 2
പ്ലസ് 7 എന്ന് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസിറ്റീവ് നമ്പേഴ്സിനെ ആദ്യം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതാണ് പോസിറ്റീവ് നമ്പർ ഏതാണ് നെഗറ്റീവ് നമ്പർ എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് നിന്ന് എങ്ങനെ പോസിറ്റീവ് നമ്പർ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ നെഗറ്റീവ് നമ്പർ മനസ്സിലാക്കാൻ പറ്റും? 5 ഒരു പോസിറ്റീവ് നമ്പറാണോ നെഗറ്റീവ് നമ്പറാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ആ നമ്പറിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും സൈൻ ഉണ്ടോ എന്ന് നോക്കുക. ഫ്രണ്ടിൽ 5ൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും സൈൻ കാണുന്നുണ്ടോ? ഒരു സൈനും ഇല്ല. ഒരു സൈനും ഇല്ലെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ പോസിറ്റീവാണ് ഉള്ളതെങ്കിലും അതിനെ നമുക്ക് പോസിറ്റീവ് നമ്പറാണെന്ന് പറയാം. അപ്പോൾ ഒരു സംഖ്യയുടെ ഫ്രണ്ടിൽ സൈൻ ഉണ്ടെങ്കിലോ പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ആ സംഖ്യയ്ക്ക് ഒരു സൈനും ഇല്ലെങ്കിലും അതിനെ പോസിറ്റീവ് നമ്പർ എന്ന് പറയാം. അപ്പോൾ 5 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അടുത്ത് 3ലേക്ക് വരുന്നു. 3 എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് സൈനുണ്ട്? പോസിറ്റീവ് സൈനുണ്ട്. അതുകൊണ്ട് 3യും ഒരു പോസിറ്റീവ് നമ്പറാണെന്ന് പറയാം. അടുത്ത 2ലേക്ക് വരുന്നു. 2 എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സൈൻ എന്തുവാണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് 2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പറാണ്. അടുത്ത 7ലേക്ക് പോകുന്നു. 7ൻ്റെ ഫ്രണ്ടിലും പോസിറ്റീവ് സൈനാണ്. അതുകൊണ്ട് 7ഉം ഒരു പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? 5, 3 അതുപോലെ 7. 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. 15 മൈനസ് 2. ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 3ൽ നിന്ന് 2 കുറച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഈ ബോർഡ് മാസ് റൂളിനകത്ത് ഉള്ളത്. നമ്മൾ നോർമലായിട്ട് തുടങ്ങുന്നത് ബോർഡ് മാസ് എന്നാണെങ്കിലും ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ട്. വി എന്ന് പറയുന്ന വെൻകുലം അല്ലെങ്കിൽ ബാറും കൂടെ ഉണ്ട്. ഇത് വെൻകുലമാണ്, ഇത് ബ്രേക്കറ്റ് ആണ്, ഇത് ഓഫ് അല്ലെങ്കിൽ ഓർഡർ ആണ്, ഡിവിഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ബോർഡ് മാസ് റൂൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ എക്സാമ്പിൾ ഇതാണ്. 2 + 2 × 3 ഡിവൈഡഡ് ബൈ 4 - 6. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് ആദ്യം എന്തുണ്ടോ നോക്കുക, വെൻകുലം ഉണ്ടോ നോക്കുക. അപ്പോൾ ബാർ ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ബ്രാക്കറ്റ് ഉണ്ടോന്ന്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? 8 × 3 എന്നാണ്. അപ്പോൾ ആദ്യം ഏത് ചെയ്യണം? ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനകത്ത് ഡിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ഡിവിഷൻ ചെയ്യണമായിരുന്നു. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഡിവിഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ 2 + 8 × 3 എത്രയാണ്? 24 ഡിവൈഡഡ് ബൈ 4 അതുപോലെ തന്നെ എഴുതുക -6. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ആ ബ്രാക്കറ്റ് മാറ്റി. ഇനി അടുത്ത് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ഉണ്ടോ നോക്കുക. ഓഫ് അതിനകത്ത് ഇല്ല, പവർ ഇല്ല, അതുപോലെ തന്നെ റൂട്ടില്ല, ഓഫ് എന്ന് പറഞ്ഞുള്ള വേർഡും അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ഓഫില്ല, ഡിവിഷൻ നോക്കണം. അപ്പോൾ ഡിവിഷൻ 2 + അതുപോലെ തന്നെ എഴുതുക 24 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? 24 ഡിവൈഡഡ് ബൈ 4 ആണ്. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ. അതിന് ബാക്കിയുള്ള -6 അതുപോലെ തന്നെ എന്ത് ചെയ്യുക? എഴുതുക. അടുത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതിനകത്ത് എന്തില്ല? മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആ സ്റ്റെപ്പ് ചെയ്യണമായിരുന്നു. ചെയ്തതിന് ശേഷം അഡീഷനും സബ്ട്രാക്ഷനും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ പോസിറ്റീവ് നമ്പേഴ്സിനെ ആദ്യം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് ബാക്കി 2 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. 15 + 3 × 12 × 4 - 9 ഡിവൈഡഡ് ബൈ 3 + 5 + 4 + 6 - 10 എന്ന് പറയുന്നതാണ് അടുത്ത എക്സാമ്പിൾ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം? ആദ്യം വി ഉണ്ടോ നോക്കുക. വെൻകുലം ഇതിനകത്തില്ല. അടുത്ത് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ബ്രാക്കറ്റ് ഉണ്ട്. ഇതിനകത്തൊരു സ്ക്വയർ ബ്രാക്കറ്റും ഒരു സാധാരണ ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ അകത്തുള്ള ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതുക. 15 + 3 × 12 × 4 - 9 ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ എത്ര കിട്ടും? 9 എന്ന് കിട്ടും പ്ലസ് 6. എന്നിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? അതുപോലെ തന്നെ ഇടുക -10. ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു ബ്രാക്കറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ആ ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ സൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് പിന്നെയും എന്ത് ചെയ്യുക? ബോർഡ് മാസ് റൂള് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഉള്ള നമ്പേഴ്സ് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ. എന്നിട്ട് ആ ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഇടുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഡിവിഷൻ ചെയ്യുമ്പോൾ 12 × 4 അതുപോലെ തന്നെ എഴുതുക. -9 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 3 ആണ്. +9 + 6 ബ്രാക്കറ്റിന് പുറത്തുള്ള -10 അതുപോലെ തന്നെ ഇടുക. പിന്നെയും നമ്മൾ അതിനകത്ത് ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. 15 + 3 × അടുത്ത് ഡിവിഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷനാണ്. 12 × 4 എത്രയാണ്? 48 -3 +9
പ്ലസ് 6 മൈനസ് 10. ഓക്കെ, അതിനകത്ത് ഇനി അഡീഷനും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ഈ ബ്രേക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ച് ചെയ്യുവാണ് എല്ലാം കൂടെ. അപ്പോൾ ഇൻറ്റു ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 48 പ്ലസ് 6 ആഡ് ചെയ്യുമ്പോൾ 54, അതിൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 51, 9 ആഡ് ചെയ്താൽ അതിനകത്ത് 60 എന്ന് കിട്ടും. മൈനസ് 10 ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ബോർഡ് മാസിലേക്ക് തിരിച്ചു വരിക. അടുത്തതായിട്ട് ഡിവിഷൻ ഉണ്ടെന്ന് നോക്കുക. ഡിവിഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 15 പ്ലസ് 3 ഇൻറ്റു 60 എത്രയാണ്? 180 മൈനസ് 10. ഇവിടെ വേണമെങ്കിലും പ്ലസ് ആദ്യം ചെയ്യാം, ഇല്ലെങ്കിൽ മൈനസ് ആദ്യം വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 180 നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ 170 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ 185 എന്ന് ആൻസർ കിട്ടും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ എന്താണ്, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബോർഡ് മാസ് നോക്കണം. ആദ്യം വെൻകുലം ഉണ്ടോ നോക്കുക. വെൻകുലം ഇതിനകത്ത് ഇല്ല. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ഇതിനകത്ത് 2 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, ഒരു സാധാരണ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, സാധാരണ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ചെറിയ ബ്രാക്കറ്റ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 15 പ്ലസ് 3 അതുപോലെ എഴുതി, 12 ഇൻറ്റു 4 അതുപോലെ എഴുതി, മൈനസ് 9 ഡിവൈഡഡ് ബൈ 3 അതുപോലെ എഴുതി. അത് കഴിഞ്ഞിട്ട് 5 പ്ലസ് 4 നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് എഴുതുക. 5 പ്ലസ് 4 എന്ന് പറയുന്നത് 9 ആണ്, എഴുതി. പ്ലസ് 6 അതുപോലെ എഴുതി, മൈനസ് 10 അതുപോലെ എഴുതി. ഇനി നമ്മൾ പിന്നെയും നോക്കുക. അപ്പോൾ ഒരു ബ്രാക്കറ്റും കൂടി ഉണ്ട്. പിന്നെയും ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെയാണ്, ബ്രാക്കറ്റിനകത്ത് തന്നെയാണ്. ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എവിടെയാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, അതിനകത്തും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യണം. ഓക്കെ, ഡിവിഷനാണ് ആദ്യം ഉള്ളത്. ഡിവിഷൻ ചെയ്യുന്നു. 9 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, 3 ആണ്. അപ്പോൾ മൈനസ് ഫ്രണ്ടിലുള്ളത് കാരണം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 15 പ്ലസ് 3 ഇൻറ്റു 12 ഇൻറ്റു 4 മൈനസ് 3 പ്ലസ് 9 പ്ലസ് 6 മൈനസ് 10 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 15 പ്ലസ് 3. അടുത്ത് ഇതിനകത്ത് എന്ത് ചെയ്യുക, ഡിവിഷൻ കഴിഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 12 ഇൻറ്റു 4 എത്രയാണ്, 49, മൈനസ് 3 അതുപോലെ എഴുതി, പ്ലസ് 9 അതുപോലെ എഴുതി, പ്ലസ് 6 അതുപോലെ എഴുതി, മൈനസ് 10 നമ്മൾ അതിൻ്റെ കൂടെ എഴുതി. അടുത്ത് ചെയ്യേണ്ടത് അതിനകത്ത് തന്നെയാണ്. ഇനിയും ഇതിനകത്ത് ഈ ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അഡീഷനും സബ്ട്രാക്ഷനും ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ 48ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 54 എന്ന് കിട്ടും. അതിന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 51 എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ബ്രാക്കറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് മാറ്റിയിട്ട് അതിനെ ഇൻറ്റു ഇട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ 15 താഴെ എഴുതി, 3 ബ്രാക്കറ്റിന് പകരം നമ്മളവിടെ ഇൻറ്റു ഇട്ടു. ഓക്കെ, ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് 60 കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള മൈനസ് 10 അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഇനി ആ 15 താഴെ എഴുതി, പ്ലസ് ഇട്ടു, 3 ഇൻറ്റു 16. അതും എന്താണ്, ഡിവിഷൻ കഴിഞ്ഞിട്ട് അടുത്ത് ഏതാണ്, ഈ ഇക്വേഷനകത്ത് ഇനി അതിനകത്ത് ഡിവിഷൻ ഇല്ല, ബ്രാക്കറ്റ് ഇല്ല. അപ്പോൾ അടുത്ത് ചെയ്യാനുള്ളത് ഏതാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 15 താഴെ എഴുതി, പ്ലസ് അതുപോലെ എഴുതി. 3 ഇൻറ്റു 60 എന്ന് പറയുന്നത് എത്രയാണ്, 180 ആണ്, മൈനസ് 10. ഇതിലും നമുക്ക് പ്ലസ് വേണമെങ്കിലും ആദ്യം ചെയ്യാം, മൈനസ് വേണമെങ്കിലും ആദ്യം ചെയ്യാം. 180ൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ 170 കിട്ടും. അതിൻ്റെ കൂടെ 15 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 185 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. എന്താണ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ 30 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു 3 എന്ന് പറയുന്നതാണ്. അതിൻ്റെ ആൻസർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു 3. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ നോക്കേണ്ടത് വി ബോർഡ് മാസ് ആണ്. വെൻകുലമില്ല, ബ്രാക്കറ്റ് ഇല്ല, അടുത്ത് ഓഫ് ഇല്ല, ഡിവിഷൻ. അടുത്തതായി നോക്കേണ്ടത് ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 30 ഡിവൈഡഡ് ബൈ 1/3 എന്ന് പറയുന്നത്, ഇവിടെ ഡിവൈഡഡ് ബൈ 1/3 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ നമ്പറാണ്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 1/3നെ നമ്മൾ ഡിവിഷനെ മാറ്റിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. ഡിവിഷൻ മാറ്റിയിട്ട് നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. 30 ഇൻറ്റു, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 1/3നെ എന്താക്കണം, 3/1 എന്ന ഫോമിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ബാക്കി കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, ബാക്കിയെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 30 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ ടു 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27, 27ഉം 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 270 എന്ന് കിട്ടും. ബോർഡ് മാസ് റൂള് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടിനും റെക്കമെൻഡഡ് വീഡിയോസിനും ഇൻസ്റ്റാ അക്കൗണ്ട് താഴെ മെൻഷൻ ചെയ്യുന്നതാണ്. അതിലെന്ത് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.